വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഇൻട്രോ ഓൺ വോയിസിൽ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. മേക്കപ്പിന് മുൻപായിട്ട് ഞാൻ 2-3 ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പം ആദ്യം അത് പോയിട്ട് കണ്ടിട്ട് പോരെ. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട് കേട്ടോ. 2:30 മണിക്കാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയില്ല. കാരണം ഞാൻ സാധാരണ ഉറങ്ങുന്ന സമയം 12 മണി 12:30 ആ ഒരു ടൈം ഉറങ്ങിയിട്ട് 2 മണിക്ക് എണീക്കുക അല്ലെങ്കിൽ 2:30ക്ക് എണീക്കുക എന്ന് പറഞ്ഞത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 12:30 നേരത്തെ ഞാൻ പോയി കുളിച്ചു, മുടിയൊക്കെ ഉണക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ഞാൻ 2:30 വരെ അങ്ങനെ ഉറങ്ങാണ്ട് ഫോണിലൊക്കെ കളിച്ചിരുന്നു കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരുന്നു. ഫൈനലി മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ഫസ്റ്റ് ലെൻസ് വെച്ചു, പിന്നെ ഹെയർ ക്രിംപ് ചെയ്തു, പിന്നെ ഇതാ മേക്കപ്പൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് സന എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. മേക്ക് ഓവർ ബൈ സന എന്നാണ് ഇൻസ്റ്റഗ്രാം ID. അടിപൊളി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കപ്പാണ്. അത്രയും നേരം ഇത് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ലെൻസ് കണ്ടോ, ഗ്രേ കളർ ലെൻസാണ് കേട്ടോ വെച്ചത്. ലെൻസ് ലാഷസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്തോ മുൻപരിചയമുള്ള പോലെയായിരുന്നു കേട്ടോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഞാൻ കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ് മേക്കപ്പ് ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരമായിരുന്നു കേട്ടോ. കൂടെ വന്ന അവളുടെ കസിൻ അടക്കം ചോദിച്ചു നിങ്ങൾ മുന്നേ അറിയുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഭയങ്കരമായിട്ട് ഞങ്ങൾ ക്ലോസ് ആയിട്ട് അങ്ങനെയും സംസാരിച്ചിരുന്നു. അടിപൊളി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അടിപൊളി മേക്കപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി വാട്സപ്പിൽ റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണും അതുപോലെ തന്നെ ലിപ്പും ഫേസും നല്ലോണം ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം 6:30 ആവാറായിട്ടുണ്ട്. ഒരു 7:30 7:45 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 9 മണിക്കാണ് നമ്മുടെ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതിന് മുന്നായിട്ട് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ക്യാമറ ചാട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിലേറ്റീവ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാ കാറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. മനുവിൻ്റെ പുതിയ കാറാണ് കേട്ടോ ഇത്. ചേച്ചിയും സ്നേഹയും ചെറിയമ്മയും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലിരുന്നു കേട്ടോ. കാരണം എൻ്റെ സ്കേർട്ടിന് സ്റ്റിഫ് നെറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബാക്കിലിരിക്കാൻ കുറച്ച് ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നു. അങ്ങനെ നമ്മൾ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ പോണത്. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നല്ല, തലേ ദിവസം ചെറുതായിട്ട് ടെൻഷനൊക്കെ അടിച്ച് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിശ്ചയത്തിൻ്റെ ദിവസം എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആൻഡ് ചില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഇതാ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഇതാ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ടൊന്ന് സംസാരിച്ച് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെയറിലിരുന്നു. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ, തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ, തേടുവതും രാഗമായി ദേവനുമനുരാ. വിച്ചു ഒരു ഗ്രീൻ കുർത്തയാണ് കേട്ടോ. നോർമൽ ഗ്രീൻ അല്ല, ഒരു എന്താ പറയുക, ഒരു ചാണാപ്പച്ച കളറ് ഒരു ഗ്രീനാണ്. ചെറുപയർ പച്ചയൊക്കെ അല്ലേ, ആ ഒരു കളറ് ഗ്രീൻ കുർത്തയാണ് വിച്ചു ഇട്ടേക്കണത്. ഞാനൊരു പിങ്ക് കളറ് ലെഹങ്ക പോലത്തെ ഒരു ഡ്രസ്സാണ്. അതിനോട് മാച്ചായി നിൽക്കുന്ന ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ ഞാനാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഡ്രസ്സ് ഗ്രീനും പിങ്കാണ്. അപ്പോൾ അതിൻ്റെ മാച്ചായിട്ട് ഡെക്കറേഷൻ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ കുറേ പിൻട്രസ്റ്റിൽ കുറേ ഡെക്കറേഷൻ ഐഡിയാസൊക്കെ നോക്കി ഫൈനലി ഞാനിതാ ഈ ഒരു ഡെക്കറേഷൻ സെലക്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഡെക്കറേഷൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ്റെ പാപ്പനാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് ഗ്രൂപ്പ്. ദെൻ
നീതി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നീതി ചേച്ചിയുടെ കൂടെയാണ് ഇരുന്നത്. പിന്നെ എൻ്റെ റംസീന, ആദിത്യൻ, ആലിര, പിന്നെ കുന്നംകുളം മോഡൽ ബോയ്സിലെ എൻ്റെ ഫ്രണ്ട്സ്, +1 +2 ഫ്രണ്ട്സ്, അങ്ങനെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. ചെറുതുരുത്തിയിൽ ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റ് പഠിക്കുമ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ്, അത്രയും ലോങ് നടക്കം എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കാണാനായിട്ട്. നിശ്ചയത്തിന് മുൻപായിട്ട് തന്നെ കുറച്ച് എന്താ പറയുക ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ മനുവേട്ടനും അജയേട്ടനും വലിയച്ഛനും മണിവല്യച്ഛനും എല്ലാവരും കൂടിയിട്ട് അത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. വിളക്ക് കത്തിക്കുക, പറ നിറയ്ക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ ഒരു കുട്ടി ഫാനും വെച്ച് ഫ്രണ്ടിലിരിക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ മേക്കപ്പ് എയർ ബ്രഷ് മേക്കപ്പാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട മേക്കപ്പാണ്. ഇനി ചൂട് തട്ടി വേർത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നു. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ് കേട്ടോ ഇത് കാണുന്നത്. ആദ്യം വിച്ചുവിനെയാണ് സ്റ്റേജിലേക്ക് കയറ്റിയത്. കയറിയ പാടെ എല്ലാവരോടും നോക്കി തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിച്ചുവിനെ എനിക്ക് തോന്നുന്നു വിച്ചുവിൻ്റെ ഫേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ ടൈമിൽ അധികം ചിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കയറുന്നത്. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് കയറിയത്. എനിക്ക് പിന്നെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കയറി. അത് മനുവേണ്ട അച്ഛനാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് അജയേട്ടനുണ്ട്, പിന്നെ അച്ഛൻ്റെ കസിൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. രണ്ട് സൈഡിലായിട്ട് ഈ സൈഡിൽ അച്ഛൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വിച്ചുവിൻ്റെ വീട്ടുകാരാണ് ഉള്ളത്. അപ്പോൾ സ്റ്റേജിൽ കയറി എല്ലാവരും നോക്കി തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ചിരിച്ചുകൊണ്ട് തന്നെ തൊഴുതിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടാണ് നമ്മൾ റിങ് എക്സ്ചേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ നിന്നിട്ടാണ് കേട്ടോ ചെയ്തത്. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല, പൂക്കളിയും വിളക്കൊക്കെ ഉള്ള കാരണം. അപ്പോൾ പിന്നെ നിന്നു കേട്ടോ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ
എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ, തേടുവതും രാഗമായി, ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഇതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ചു സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്കൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്കുള്ള കാര്യം. ഞാൻ വിചാരിച്ചു കേക്ക് മേടിക്കണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കേക്ക് എനിക്ക് അത്ര താല്പര്യമില്ല, അപ്പോൾ പിന്നെ വേണ്ട വിചാരിച്ചു. ഞാൻ വിച്ചുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിച്ചു കേക്കൊക്കെ സർപ്രൈസ് ആക്കിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് സ്റ്റേജിലിരുന്ന് കേക്ക് മുറിച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കല്യാണമാണ് വരുന്നത്. അത് എത്രയും പെട്ടെന്നല്ല, കുറച്ചധികം ഗ്യാപ്പ് ഉണ്ട്, കല്യാണമുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഫാമിലിയുടെ മുന്നിൽ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. വിച്ചുവിന് കേക്ക് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്കാണ് കുറച്ച് എന്താ പറയുക കേക്കിനോടൊന്നും മധുരത്തിനോട് അങ്ങനെ താല്പര്യമില്ലാത്തത്. വിച്ചു മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ സ്പൈസി ഫുഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ഇതൊക്കെ വിച്ചുവിൻ്റെ കാലിക്കറ്റുള്ള റിലേറ്റീവ്സ് ആണ് കേട്ടോ. വിച്ചുവിൻ്റെ അമ്മയുടെ വീട് കാലിക്കറ്റാണ്. പിന്നെ എൻ്റെ അമ്മ കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്പലപ്രാവേ ഈ പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ആ ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റംസീനയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അവളാണെങ്കിൽ ഐമാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതായത് അവളുടെ കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താ കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. പിന്നെ കയറിയത് നീതു ചേച്ചിയായിരുന്നു കേട്ടോ. നീതു ചേച്ചീൻ്റെ പിന്നെ അറിയുണ്ടാവും എല്ലാവർക്കും, കുറേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നീതു ചേച്ചീനെ. നീതു ചേച്ചിയുടെ കൂടെ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ കയറിയിട്ടുണ്ടായിരുന്നത് എൻ്റെ +1 +2 ഫ്രണ്ട്സാണ്. ഒരറ്റത്തുനിന്ന് ഞാൻ പേര് പറയാം. എൻ്റെ അടുത്തിരിക്കുന്നത് പൂജ, പിന്നെ സന, പിന്നെ ജീഷ്മ. വിച്ചുവിൻ്റെ അടുത്തിരിക്കുന്നത് റോഷ്ന, പിന്നെ സ്വപ്ന, പിന്നെ സിയന. അതുന് വരാൻ പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ഷെൽമയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, നിമയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ നിശ്ചയത്തിന്. എന്തായാലും അവരൊക്കെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവരൊക്കെ എന്നാലും വന്നല്ലോ. ഇവരൊക്കെ വീട് കുന്നംകുളം ഭാഗത്താണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചത് കുന്നംകുളം ഭാഗത്താണ്, +1 +2. പിന്നെ കയറിയത് എൻ്റെ SLCയുടെ എൻ്റെ കൂടെ പഠിച്ച കാവ്യ KB ആണ് കേട്ടോ. റംസീൻ എൻ്റെ കൂടെ SLCക്ക് പഠിച്ചതാണ് കേട്ടോ 10ാം ക്ലാസ്സിൽ. പിന്നെ ഇത് ആദിത്യൻ കയറിയിട്ടുണ്ട്. ആദിത്യനെ അറിയുണ്ടാവും, എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. ഞങ്ങൾ കുറേ കാലത്തെ പരിചയമാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിട്ടില്ല, ട്യൂഷനിൽ പഠിച്ച പരിചയമാണ്. പിന്നെ നെക്സ്റ്റ് കയറിയത് ഇജാസും ആദിത്യനായിരുന്നു. ഇജാസ് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പ്രൊമോഷൻ ഷൂട്ട്, അങ്ങനെ നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ട്യൂഷനിലും സ്കൂളിലൊക്കെ പഠിച്ച അരുണിമയും ദേവിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ ചെറുതുരുത്തിയിൽ എൻ്റെ കൂടെ ആയുർവേദ തെറാപ്പിസ്റ്റിന് പഠിച്ച 2 പേര് കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. പിന്നെ വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് കയറിയിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇവരൊക്കെ എനിക്ക് അറിയേണ്ടതാണ് കേട്ടോ, നമ്മൾ നല്ല കമ്പനിയാണ്. വിച്ചുവിൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ നമ്മൾ നല്ല കമ്പനിയാണ്. ബിജുക്കയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ജലീൽ അങ്കിള് എത്തിയിട്ടുണ്ടായിരുന്നു, ഫാമിലി. പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. അങ്ങനെ സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് എനിക്ക് സദ്യ മര്യാദയ്ക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വിച്ചു എടുത്തിരിക്കുന്നുണ്ട്, പിന്നെ അജിയേട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ, അമ്മൂമ്മ, വലിയമ്മ, ചെറിയമ്മ, അച്ചമ്മ, അച്ചോള്, അജിയേട്ടൻ, നീതു ചേച്ചി, അമ്മ, ചെറിയച്ഛൻ, വലിയച്ഛൻ, അങ്ങനെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, ആദിത്യൻ, ഇജാസ് ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവനാണ് ഇന്നത്തെ ഫുൾ വ്ളോഗ് എടുത്ത ആൾ കേട്ടോ. ഇവൻ
എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഫുള്ള് വ്ളോഗ് നല്ല രീതിക്കാണ് അവൻ എടുത്തിട്ടുണ്ട്. ഇതാ ചെറിയമ്മ ഇരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവരെ കാണിച്ചു തരാം. ദേവീനെയും അരുണിമേനെയും. ദേവി എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്, അരുണിമ എൻ്റെ കൂടെ ട്യൂഷനിൽ ഉണ്ടായിരുന്നുണ്ട്. ദേവി അരുണിമി ഞങ്ങൾ ട്യൂഷനിൽ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അവരങ്ങനെ ഫോട്ടോസിൽ നിന്നിട്ടുണ്ട്, വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മനയുടെ അവിടേക്ക് വീണ്ടും വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. കണ്ടോ ഞങ്ങളുടെ റിങ് അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഒഫീഷ്യലി ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. റിങ് ഞങ്ങളുടെ പേര് എഴുതിയ റിങ് ആണ് കേട്ടോ, പുറത്തിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് പേര് എഴുതിയ റിങ് ആണ്. എനിക്ക് അങ്ങനത്തെ റിങ് വേണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് റിങ്ങിൻ്റെ ഉള്ളിൽ പേര് എഴുതുന്നതാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ അടക്കം ഉള്ളിലാണ് പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പുറത്ത് വേണമെന്ന് നല്ലൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്കും വിച്ചുവിനും നല്ല ആഗ്രഹമാണ് കേട്ടോ പുറത്ത് പേരെഴുതുന്നത്. അങ്ങനെ നമ്മൾ പുറത്ത് പേരെഴുതിയ റിങ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് നല്ല ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പിക്സ് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറേ പിക്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പിക്സ് ഞാനിതിൽ ആഡ് ചെയ്യാം. എന്തായാലും വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.